ഇന്ന് ഞാൻ നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് സംസാരിക്കുന്നത്. വളരെ അത്ഭുതത്തോടെ ഞാൻ നോക്കിക്കണ്ട ഒരു ചാനലാണ് KL ബ്രോ ബിജു ഋത്വിക്. തീർച്ചയായിട്ടും അവരുടെ കൂട്ടായ പരിശ്രമത്തിന്റെ ഫലം തന്നെയാണ് ആ ഒരു ചാനൽ. 1 lakhും 1 മില്യണും 50 മില്യണും കടന്ന് അതിന്റെ ജൈത്രയാത്ര ഇന്നും തുടരുന്നു. ദിവസവും ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ആണ് ആ ചാനലിലേക്ക് ഒഴുകിയെത്തുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ തന്നെ ആദ്യമായി 50 മില്യന്റെ പ്ലേ ബട്ടൺ അവർക്ക് ലഭിച്ചു. കൺഗ്രാറ്റുലേഷൻസ് ബ്രോ. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇവരെങ്ങനെയാണ് ഇത്രത്തോളം വളർന്നത്? നമ്മളൊക്കെ ഒരു 10 സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാൻ പാടുപെടുമ്പോൾ ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ആണ് ഇവരുടെ ചാനലിലേക്ക് എത്തുന്നത്. അതിനെപ്പറ്റിയാണ് ഈ വീഡിയോ. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവും. സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക. 2020 ജൂലൈ 21 ഇവർ ചാനൽ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ഫാമിലിയിലൊക്കെ നടക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ് ഇവർ മെയിൻ ആയിട്ട് കണ്ടന്റ് ആയിട്ട് എടുത്തിരുന്നത്. ഇവരുടെ ആദ്യകാല ഷോർട്സിലൊക്കെ സംസാരം ഇല്ലാതെ ട്രെൻഡിങ് സോങ് മാത്രം ആഡ് ചെയ്താണ് ഇവർ വീഡിയോ ഇട്ടിരുന്നത്. അത് ഇവരുടെ വീഡിയോ എല്ലാ ലാംഗ്വേജിലേക്കും യൂട്യൂബ് റെക്കമെൻഡേഷൻ വഴി എത്തിക്കാൻ സഹായിച്ച വൺ ഓഫ് ദ മെയിൻ ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. അവരതുപോലെ എല്ലാ ദിവസവും ഓരോ വീഡിയോ അല്ലെ 2 വീഡിയോ വെച്ചിട്ട് അവർ കറക്റ്റ് ഒരു ടൈമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് അവരുടെ യൂട്യൂബ് ചാനലിനെ ഒരുപാട് ആളുകളിലേക്കും ഷോർട്ട് സ്പീഡിലേക്കും എത്തിക്കാൻ സഹായിച്ച ഒരു ഫാക്ടറാണ്. 10 മില്യൺ സബ്സ്ക്രൈബേഴ്സ് വരെ അവർ ഷോർട്സ് മാത്രമാണ് ഇട്ടുകൊണ്ടിരുന്നത്. ഏതൊരാളും അവരുടെ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവരുടെ വീഡിയോസ് അവരുടെ ഫസ്റ്റ് ഇന്റർഫേസിൽ തന്നെ വരുന്ന രീതിയിൽ യൂട്യൂബ് റെക്കമെൻഡേഷനിൽ അവരുടെ വീഡിയോസ് വരാൻ തുടങ്ങി. പിന്നീടുണ്ടായത് സബ്സ്ക്രൈബേഴ്സിന്റെ ഒരു കുതിച്ചുചാട്ടം തന്നെയാണ്. നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, 10 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ട് പോലും ആദ്യമൊക്കെ ഇട്ടിരുന്ന ലോങ് വീഡിയോകളിൽ അവർക്ക് വേണ്ടത്ര വ്യൂവേഴ്സിനെ ഒന്നും ലഭിച്ചിരുന്നില്ല. അവർ കൊടുത്തിരുന്ന എഫേർട്ട് പോലെയാണ് അവർക്ക് അതിനൊക്കെ ഔട്ട് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ അവിടെയും അവർ വിട്ടുകൊടുത്തില്ല. ലോങ് വീഡിയോസിൽ വോയിസ് ഓവറും ഡയറക്ഷനും കണ്ടന്റും ഒക്കെ ബെറ്റർ ആക്കിയപ്പോൾ അതും വ്യൂവേഴ്സ് ഏറ്റെടുക്കാൻ തുടങ്ങി. അതിന്റെ കൂടെ തന്നെ ഡെയിലി ഉള്ള പരിപാടി, ആ ഡെയിലി ഉള്ള ഷോർട്സും അവർ ഇട്ടുകൊണ്ടേയിരുന്നു. പലർക്കും ഒരു സംശയം കാണും, ഒരുപോലെയുള്ള വീഡിയോസ് ഒക്കെ അവര് പാട്ട് മാറ്റി മാറ്റി ഇട്ടിട്ട് പോലും റീയൂസ്ഡ് കണ്ടന്റ് ഉണ്ടാവുന്നില്ലേ എന്നൊരു ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും കാണും. അതിന് ഉത്തരം വളരെ സിമ്പിൾ ആണ്. അവരുടെ തന്നെ വീഡിയോസ് അവരിടുന്ന സോങ് മാറ്റി മാറ്റി അവരുടെ തന്നെ ചാനലിൽ ഇടുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ വേറെ ചാനലിൽ അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേഷൻ പോവുകയാണെങ്കിൽ അവിടെ അത് റീയൂസ്ഡ് കണ്ടന്റ് ആവും. അദ്ദേഹത്തിന്റെ ചാനലിനെ വളർത്താൻ സഹായിച്ച കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറയാം. മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതെ സ്വന്തം ചാനൽ ഉറച്ചു നിൽക്കുന്നു. ഇടുന്ന വീഡിയോസിന്റെ വ്യൂവേഴ്സ് നോക്കിയിരിക്കാതെ പുതിയ പുതിയ കണ്ടന്റുകൾ ആ സമയം കൊണ്ട് ആലോചിച്ചെടുക്കുന്നു. ചുറ്റുമുള്ളവർക്ക് അവർക്ക് ആപ്റ്റായിട്ടുള്ള റോൾസ് കൊടുത്തുകൊണ്ട് അവരെല്ലാം കൺട്രോൾ ചെയ്യുന്നു. മുന്നിൽ കാണുന്ന കാര്യങ്ങളെ ഇത് ചെയ്താൽ നന്നാവുമോ, അത് ചെയ്താൽ നന്നാവുമോ, അവരെന്ത് പറയും, ഇവരെന്ത് പറയും, അങ്ങനെയൊന്നും ആലോചിക്കാതെ സ്വന്തമായിട്ടുള്ള കണ്ടന്റുകൾ ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ചാനലിനെ നല്ല രീതിയിൽ തന്നെ വളർത്തുവാൻ സാധിക്കും. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു ക്വാളിറ്റിയിൽ നല്ലൊരു കണ്ടന്റ് കൊടുക്കുവാൻ സാധിച്ചാൽ യൂട്യൂബിന്റെ ഭാഗത്ത് നിന്നുള്ള കാര്യങ്ങൾ യൂട്യൂബും ചെയ്യും. മെയിൻ ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ നിർത്താം. എത്ര വളർന്നു വന്നാലും ജീവിച്ചു വന്ന ആ ഒരു ജീവിത രീതിയുണ്ട്, അതൊരിക്കലും മറക്കാതിരിക്കുക. അതും അവരുടെ ചാനൽ ഇത്രത്തോളം നല്ല രീതിയിൽ വളരാൻ സഹായിച്ച ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.